ഹായ് ഗായ്സ്, നമ്മൾ ഇന്ന് കുറച്ച് ഫ്ലവേഴ്സാണ് ഉണ്ടാക്കുന്നത്. എന്ത് വെച്ചിട്ട്? പേപ്പേഴ്സ് വെച്ചിട്ട്. അതിലേക്കായിട്ട് ആദ്യം തന്നെ സ്റ്റോക്ക് ഉണ്ടാക്കാൻ വേണ്ടി 5x4 cm ഡയമെൻഷനിൽ നമ്മൾ ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഗ്രീൻ കളർ പേപ്പർ ഇല്ലാത്തതിനോട് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ബ്ലൂ പേപ്പറിലിട്ട് യെല്ലോ കളർ ഹൈലൈറ്ററും ബ്ലൂ കളർ ഹൈലൈറ്ററും കൂടി മിക്സ് ചെയ്ത് അടിച്ച് ഗ്രീനിൻ്റെ ഷെയ്ഡാക്കാനാണ് നമ്മൾ നോക്കിയത്. അതിനുശേഷം നമ്മളിത് നന്നായി റോൾ ചെയ്ത് അതിലേട്ട് ഗം തേച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കണം. അടുത്തതായി നമ്മൾ ലാവൻഡറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനേക്കായിട്ട് 9x2.5 cm എന്ന രീതിയിൽ ലാവൻഡർ കളർ പേപ്പർ കട്ട് ചെയ്തിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാൻ. എന്നിട്ട് അതിലേക്ക് എന്ത് അപ്ലൈ ചെയ്യണം? ഗ്ലൂ അതിൻ്റെ ടിപ്പിലായിട്ട് ബേസൽ റീജിയനിലായിട്ട് അപ്ലൈ ചെയ്ത് നന്നായിട്ട് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ സ്റ്റോക്ക് അറ്റാച്ച് ചെയ്തിട്ട് അത് കെയർഫുള്ളി ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. അടുത്തതായി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റോസാണ്. അതിലേട്ടായിട്ട് ബ്രെഡ്ത്ത് 1.5 cm വന്ന രീതിയിലും ലെങ്ത്ത് നമ്മുടെ ഇഷ്ടമുള്ള അത്ര അനുസരിച്ച്. ഇതിപ്പോൾ നമ്മളൊരു A4 സൈസ് ഷീറ്റാണ് എടുക്കുന്നത്, അപ്പോൾ നമ്മളാണെങ്കിൽ ലെങ്ത്ത് അത് മൊത്തം എടുക്കുന്നുണ്ട്. എന്നിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു യുക്തി വെച്ചിട്ട് നമ്മളത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുക. അതിൽ ലോങ് പാർട്ട് റോസ് ഉണ്ടാക്കാനായിട്ടും ഷോർട്ട് പാർട്ട് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റോക്ക് ഉണ്ടാക്കാനായിട്ടാണ്. എന്നിട്ട് ഈ ഷോർട്ട് പാർട്ട് നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുക. ഈക്വലി ഫോൾഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വീണ്ടും ഇത് നമ്മൾ രണ്ടായിട്ട് ഈക്വലായിട്ട് തന്നെ ഫോൾഡ് ചെയ്യുക. കാരണം തണ്ടിന് കട്ടി വേണമല്ലോ, അത് കാരണം കൊണ്ട് നന്നായി ഫോൾഡ് ചെയ്യുക. ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് ഫോൾഡ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തതായിട്ട് നമ്മുടെ ഫ്ലവർ പാർട്ടാണ്. അപ്പം ഇതും ഈക്വലായിട്ട് ഫോൾഡ് ചെയ്യുക. നല്ല ക്ലിയർ ആയിട്ട് ഫോൾഡ് ചെയ്യുക. ഇപ്പോൾ ഈക്വൽ ആയില്ലെങ്കിലും ഒരു 3/4 പോർഷൻ വന്ന രീതിയിൽ ഫോൾഡ് ചെയ്താലും മതി. എന്നിട്ട് ക്രോസ് ഓവർ ചെയ്ത് ഫോൾഡ് ചെയ്യും. ക്രോസ് ഓവർ മീൻസ് ആദ്യം ഒരു ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഫോൾഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഗായ്സ്, അങ്ങനെ നമ്മുടെ റോസ് ഈസ് റെഡി. ഇനി നമുക്ക് ഉണ്ടാക്കേണ്ടത് ഇതിൻ്റെ സ്റ്റോക്കാണ്. അപ്പോൾ സ്റ്റോക്ക് നിങ്ങൾ കണ്ടല്ലോ, നമുക്കിത് ഗ്രീൻ കളറാക്കണം. അപ്പം നമ്മുടെ കയ്യിൽ അറിയാമല്ലോ, സംഭവങ്ങളൊന്നുമില്ല. അതായത് നമുക്ക് ആ കളറാക്കാനുള്ള ഗ്രീൻ കളറില്ല. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? മിക്സ് ചെയ്യും. യെല്ലോ ഹൈലൈറ്റർ പ്ലസ് ബ്ലൂ ഹൈലൈറ്റർ ഇത് നമ്മൾ മിക്സ് ചെയ്ത് പെയിൻറ്റ് ചെയ്യും. എന്നിട്ട് നമ്മളതെന്ത് ചെയ്യണം? നന്നായിട്ട് റോൾ ചെയ്യണം. എങ്ങനെ റോൾ ചെയ്യേണ്ടത്? സ്റ്റോക്ക് ആക്കാൻ രീതിയിൽ. അതായത് നമുക്ക് തണ്ട് വേണമല്ലോ, അപ്പോൾ ഇങ്ങനെ കെയർഫുള്ളി ഇങ്ങനെ പതിയെ, കാരണം പെയിൻറ്റ് ചെയ്ത കാരണം കൊണ്ട് അത് കീറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഭയങ്കര കെയർഫുള്ളായിട്ട് പതിയെ വേണം ചെയ്യാൻ. ഗൈസ്, അങ്ങനെ നമ്മുടെ റോസ് ആൻഡ് ലാവൻഡേഴ്സ് റെഡിയായി. ഇനി നമുക്ക് ഉണ്ടാക്കേണ്ടത് സൺഫ്ലവർ ആണ്. അപ്പോൾ സൺഫ്ലവറിലിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഗ്രീൻ കളർ പേപ്പർ എന്ത് ചെയ്യണം? റോൾ ചെയ്തെടുക്കണം. റോൾ ചെയ്തിട്ട് അതിനകത്തിട്ട് നമ്മളാണെങ്കിൽ ബ്രൗൺ പേപ്പറായിട്ട് യൂസ് ചെയ്യുക. നമ്മൾ തുണിയൊക്കെ വാങ്ങുമ്പം കിട്ടുന്ന പേപ്പറില്ലേ, ആ പേപ്പർ കട്ട് ചെയ്ത് ഇങ്ങനെ ജസ്റ്റ് ആ സ്റ്റോക്കിൻ്റെ അപ്പർ പോർഷനിൽ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ സൺഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി പേപ്പർ എടുക്കും. നമുക്ക് യെല്ലോ കളർ പേപ്പർ കിട്ടാൻ ഇതില്ലാത്തതാണ് നമ്മൾ സ്റ്റിക്കി നോട്ട്സ് ആട്ടോ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ
അപ്പോൾ സൺഫ്ലവർ ഉണ്ടാക്കാനുള്ള ഡയമെൻഷൻ എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ ലെങ്ത്തും 2.5 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തും ആണ്. എന്നിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ലാവൻഡർ ഉണ്ടാക്കാൻ വേണ്ടി കട്ട് ചെയ്തില്ലേ, അതേപോലെ നമ്മൾ കട്ട് ചെയ്യുക. എന്നിട്ട് ഗം അപ്ലൈ ചെയ്തിട്ട് സ്റ്റോക്കിലിട്ട് വെച്ച്, അതായത് നമ്മൾ ഉണ്ടാക്കിയൊരു തണ്ടുണ്ടല്ലോ അതിലിട്ട് വെച്ചിട്ട് റോൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളാണെങ്കിൽ സൺഫ്ലവർ കട്ട് ചെയ്യുന്ന ടൈമിൽ അത് രണ്ടായിട്ട് മുറിഞ്ഞു വേണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് റോൾ ചെയ്ത് കൊടുത്ത്. പക്ഷേ ഒരു ഫൈനൽ ഔട്ട്ലുക്ക് ഗൈസ് നല്ല രസമായിരുന്നു കാണാൻ. കണ്ടോ, ഇങ്ങനെ രണ്ട് അറ്റാച്ച് ചെയ്ത് അങ്ങനെ റോൾ ചെയ്ത് കൊടുത്ത് അങ്ങനെ ഫൈനലി നമ്മുടെ സൺഫ്ലവറും റെഡിയായി. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ കൊടുക്കാൻ ഭയങ്കര നല്ലൊരു ഗിഫ്റ്റാണ്. അങ്ങനെ നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്കാണ് ഗൈസ്. താങ്ക്